ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എങ്ങനെയാണ് കോളർ നെക്ക് ഭംഗിയായി കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ മെറ്റീരിയൽ നന്നായി അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മെറ്റീരിയലിൽ അടയാളപ്പെടുത്തണം. എനിക്ക് 42 ഇഞ്ച് ലെങ്ത്തുള്ള ചുരിദാറാണ് വേണ്ടത്. ഞാൻ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് 44 ഇഞ്ച് ലെങ്ത്ത് തുണിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. നമ്മളെപ്പോഴും കോളർ നെക്ക് തയ്ക്കുമ്പോൾ നമ്മൾ എത്രയാണോ ഷോൾഡർ വിഡ്ത്ത് എടുക്കുന്നത് അതിനും 1/2 ഇഞ്ച് എക്സ്ട്രാ എപ്പോഴും എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ കുടുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ ഞാനെപ്പോഴും 6.5 ഇഞ്ചാണ് എടുക്കാറ്. 1/2 ഇഞ്ച് എക്സ്ട്രാ 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി. അതുപോലെ താഴേക്ക് 6.5 മതി. കാരണം അധികം വണ്ണമില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 6.5 തന്നെയാണ് താഴേക്ക് കൊടുക്കുന്നത്. അത് തമ്മിൽ വരയ്ക്കുക. നമ്മളിപ്പോൾ ബാക്ക് പാർട്ടാണ് അടയാളപ്പെടുത്തുന്നത്. രണ്ടും വെവ്വേറെ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് കട്ടിങ്. നമ്മളിപ്പോൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യണേ. നമുക്കിനി അവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് വേസ്റ്റ് ലെങ്ത്തും ഹിപ്പ് ലെങ്ത്തും അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുക. നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് അതിനേലും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് അതിൻ്റെ 4/1 അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഹിപ്പും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല ഷേപ്പിൽ വരയ്ക്കണം. പിന്നെ ഷേപ്പിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ മറ്റുള്ളവർക്ക് തയ്ക്കുമ്പോൾ അവരുടെ ബ്രസ്റ്റ് സൈസും അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ വയറൊക്കെ നോക്കി ചിലവർക്ക് വയർ കൂടുതലുള്ളവരൊക്കെ ഉണ്ടാകും. അതനുസരിച്ച് വേണം നമ്മളിതുപോലെ ഷേപ്പിൽ വരയ്ക്കാൻ. ബ്രസ്റ്റും വയറൊക്കെ ഉള്ളവർക്ക് ഇത്രയും ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുടുങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കരുത്. താഴേക്ക് ഷേപ്പിൽ വരച്ച് അതിനുശേഷം 2 ഇഞ്ച് മുകളിൽ നിന്ന് അടയാളപ്പെടുത്തുക. അങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ആർച്ച് ഷേപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ 2 സൈഡും ചുരിദാറിൻ്റെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഒരു അഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തിയത് നല്ല ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ച ആ മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ ബാക്ക് പാർട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഫോൾഡ് ചെയ്ത മെറ്റീരിയൽ ഇതുപോലെ ഇടുക. അതിനുശേഷം നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത്ത് എത്രയാണോ നമ്മൾ നേരത്തെ എടുത്തത് 44 ഫോൾഡ് ചെയ്ത വശത്തു നിന്ന് താഴേക്ക് 2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബാക്ക് പോർഷൻ ഇതുപോലെ വിരിച്ചിടുക. നമ്മൾ വിരിച്ചിടുന്ന സമയത്ത് ചുളിവൊന്നും പാടില്ല കേട്ടോ. ഇതുപോലെ തുണി വലിച്ചു നീട്ടാണ്ട് പയ്യെ ഇതുപോലെ മെറ്റീരിയലിനെ പൊക്കിയിട്ട് കൊടുത്ത് പയ്യെ ചുളുക്ക് മാറ്റുക. വലിച്ചു പിടിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വേരിയേഷൻ ഉണ്ടാവും. തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. തുണിയുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് വേണം കേട്ടോ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് സ്ലീവെല്ലാം കട്ട് ചെയ്യേണ്ടതാണ്. തയ്യൽക്കാർക്ക് എന്തായാലും അറിയാമായിരിക്കുമല്ലോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മെറ്റീരിയലൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ സെൻറ്ററിൽ 2 ഇഞ്ച് ഗ്യാപ്പിട്ട്
സെൻറ്ററിൽ നമ്മൾ ഗ്യാപ്പിട്ട് വെട്ടിയതല്ല വരച്ച് മാറ്റിയിട്ടിരിക്കുന്നത് സെൻറ്ററിൽ ഫ്ലീറ്റ് വന്നൊരു മോഡലാണ് നമ്മൾ ചെയ്യണത്. ആ ഫ്ലീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഗ്യാപ്പ് ഇട്ടാക്കുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിൽ നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം. നമ്മൾ സാധാരണ കോളർ നെക്കിനൊക്കെ ചെയ്യണ പോലെ ഒരു 1/2 ഇഞ്ച് താത്തി നമ്മൾ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് മതി കേട്ടോ, അതിൽ കൂടരുതേ. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്താണോ പോരായ്മ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഭംഗിയാക്കാം. നമുക്കിനി ഫ്രണ്ട് പോർഷൻ വിരിച്ചിടാം. അതിനുശേഷം നമുക്ക് 2 ഇഞ്ച് ഗ്യാപ്പിൽ നിന്ന് 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്ത് താഴേക്ക് 7.5 അടയാളപ്പെടുത്തി ഇതുപോലെ ചരിച്ച് വരച്ചെടുക്കുക. താഴേക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തുനിന്ന് 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ടേപ്പ് വെച്ച് സ്ട്രെയിറ്റ് വരച്ചെടുക്കണം. നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിൽ നിന്നാണ് 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്തത്. ഇതുപോലെ വരച്ചെടുക്കുക. ഒന്നും കൂടി നെക്ക് ലെങ്ത്തൊക്കെ കറക്റ്റാണെന്നൊന്ന് അടയാളപ്പെടുത്തി നോക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ നിവർത്തിയിടുമ്പോൾ നമുക്ക് ആ 2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പിട്ട് വെട്ടിയെടുത്ത് ചെറുതായിട്ട് ഒരു 4 ഫ്ലീറ്റ് സേഫ്റ്റി പിൻ കുത്തിവെക്കുക. ഈ കാണുന്നത് പോലെ തന്നെ 4 ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് സേഫ്റ്റി പിൻ കുത്തിവെക്കണം. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ തേര് വശമാണ് നമ്മൾ കോളറിനായിട്ട് നമ്മൾ എടുക്കുന്നത്. ബാക്ക് ഫ്രണ്ടും ഞാൻ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ നിന്ന് സെൻറ്റർ ഇതുപോലെ അടയാളപ്പെടുത്തി കോളറിൻ്റെ ലെങ്ത്ത് എടുക്കണം. എപ്പോഴും ഒരു 1/2 ഇഞ്ച് കൂടുതലെടുക്കണം. ഇതുപോലെ ഞാൻ തേര് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.